നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 400-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിന്റെയും ചിന്തകളുടെയും പുതിയ ലോകം തുറന്നു തരുന്ന വായനയെ നെഞ്ചിലേറ്റുകയാണ് മലയാളി സമൂഹം. കേരളത്തിന്റെ സാക്ഷരതാ മുന്നേറ്റത്തിന് അടിത്തറയിട്ട് PN പണിക്കരുടെ ഓർമ്മദിനമായ വായനാ ദിനത്തിൽ കേരള മീഡിയ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വായനയുടെ ലോകം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. യുവകവിയും പ്രമുഖ എഴുത്തുകാരനുമായ ഡോക്ടർ അഭിജിത്ത് കെ ബോസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാധ്യമ വിദ്യാർത്ഥികൾ പുസ്തകങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. കേവലം വായനകൾക്കപ്പുറം ചിന്തകളെ ഉണർത്തേണ്ടതിന്റെയും സമൂഹത്തിൽ വായന നിലനിർത്തേണ്ടതിന്റെയും പ്രസക്തി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരള മീഡിയ അക്കാദമിയിൽ വായനാ ദിനം ആഘോഷിച്ചത്. ആലുവ UC കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും യുവ കവിയുമായ ഡോക്ടർ അഭിജിത്ത് കെ ബോസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി. നളിനദള മോഹന നയന വിലാസം നവകുന്ദ സുമസുന്ദര വരമന്ദഹാസം ഖലനീല വിപിന സമാന സുകേശം കുനുകുന്തള വലയാങ്കിത കർണാന്തിക ദേശം. പുതിയ സാങ്കേതിക വിദ്യകളുടെയും സോഷ്യൽ മീഡിയയുടെയും അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ വായനാശീലങ്ങൾ മാറിയിട്ടുണ്ടാകാമെങ്കിലും മനുഷ്യന്റെ ചിന്തകൾക്ക് കൃത്യമായ രൂപം നൽകാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലൂടെ ഓർമ്മിപ്പിച്ചു. വായന ചെറിയൊരു കാര്യമല്ല. വായനയ്ക്ക് വളരെ വലിയ വിലയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ വായിച്ചും പഠിച്ചും എഴുതിയും മാത്രമാണ് എൻ്റെ നാളിതുവരെയുള്ള എല്ലാ ചെലവുകളും ഉപജീവനവും ജോലി അടക്കം. അപ്പം അതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് അത് പറ്റുമെങ്കിൽ ഞാൻ ആ വലിയ വായനയുടെ പാരമ്പര്യമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആളല്ല. തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പുസ്തക ചർച്ചകളും സംഘടിപ്പിച്ചു. ചടങ്ങിൽ കേരള മീഡിയ അക്കാദമി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും പ്രസ് ക്ലബിന്റെ ഓണററി അംഗവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം മുൻ ഡയറക്ടറുമായിരുന്ന NRS ബാബു ഇനി ഓർമ്മ. പട്ടം വൃന്ദാവൻ കോളനിയിലെ വസതിയിലായിരുന്നു അന്ത്യം. മാധ്യമരംഗത്ത് ഒരു തലമുറയെ സ്വാധീനിച്ച പ്രതിഭയാണ് വിട പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിനും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനും വ്യക്തമായ ദിശാബോധം നൽകിയ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് NRS ബാബു. മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരൂപകൻ, അധ്യാപകൻ, മാധ്യമ സ്ഥാപനങ്ങളുടെ ഭരണ നേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. ദീർഘകാലം കേരള കൗമുദിയിൽ ഡെപ്യൂട്ടി എഡിറ്ററായും പിന്നീട് കലാകൗമുദി വാരികയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു. അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ജല അതോറിറ്റി അഴിമതി കേസും സെക്രട്ടേറിയറ്റ് ഫയൽ കുംഭകോണവും പോലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 1973 സഹപ്രവർത്തകൻ S. ജയചന്ദ്രൻ നായരോടൊപ്പം കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച വനം കുംഭകോണ ലേഖന പരമ്പര വലിയ ശ്രദ്ധ നേടുകയും പിന്നീട് കാട്ടുകള്ളന്മാർ എന്ന ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വനം മന്ത്രി KG അടിയോടിയുടെ രാജിക്ക് വഴിയൊരുക്കിയ ഈ റിപ്പോർട്ട് മലയാള മാധ്യമരംഗത്തെ നാഴികക്കല്ലായി മാറി. ജല അതോറിറ്റി കുംഭകോണം, സെക്രട്ടേറിയറ്റ് ഫയൽ കുംഭകോണം തുടങ്ങിയ അന്വേഷണാത്മക റിപ്പോർട്ടുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1980 സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്നും ജേർണലിസം ക്ലാസ്സുകളിൽ പഠന വിഷയമാണ്. വൈവിധ്യമാർന്ന മേഖലകളിൽ മികച്ച രചനകൾ നടത്തിയ ബാബു ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് 2 ഗ്രന്ഥങ്ങൾ രചിച്ചു. വിദേശ യാത്രാനുഭവങ്ങൾ അടങ്ങിയ ആകാശരേഖകൾ എന്ന കൃതിയും ശ്രദ്ധിക്കപ്പെട്ടു. റിപ്പോർട്ടർ എന്ന നിലയിൽ മാത്രം ഒതുങ്ങാതെ മാധ്യമ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു. 2005 സജീവ പത്രപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച ശേഷം തിരുവനന്തപുരം പ്രസ് ക്ലബ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു. മാധ്യമരംഗത്തെ സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ബോധി കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം, ശിവറാം പുരസ്കാരം, S. ജയചന്ദ്രൻ നായർ സ്മാരക പുരസ്കാരം, സംസ്ഥാന സർക്കാർ പുരസ്കാരം, IV ദേവദാസ് പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വാർത്തകളെ വെറും തലക്കെട്ടുകളാക്കി മാറ്റാതെ സമൂഹത്തിന്റെ കണ്ണാടിയാക്കി മാറ്റിയ മാധ്യമ പ്രവർത്തകനായിരുന്നു NRS ബാബു. മാധ്യമരംഗത്ത് ഒരു തലമുറയെ സ്വാധീനിച്ച പ്രതിഭയാണ് വിട പറയുന്നത്. അദ്ദേഹത്തിന്റെ എഴുത്തും ചിന്തകളും കേരള മാധ്യമ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും.
ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ചരിത്രം വളരെ ആഴമേറിയ ഒന്നാണ്. രാജ്യത്തിന്റെ വികസനവും നയങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ കണക്കെടുപ്പുകൾക്ക് നിർണായക പങ്കാണുള്ളത്. ഇന്ത്യയിൽ സെൻസസ് എന്നത് ഒരു പുതിയ ആശയമല്ല. കൃത്യമായ ജനസംഖ്യാ കണക്കുകൾ സൂക്ഷിക്കുന്ന ശീലം പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്ന ശാസ്ത്രീയപരമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. മേയോ പ്രഭുവിന്റെ ഭരണകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായ ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇത് രാജ്യത്തുടനീളം ഒരേ സമയത്തല്ല നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമല്ലായിരുന്നു. 1881 WC പ്ലോഡൻ സെൻസസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ ഇന്ത്യയിലുടനീളം ഒരേ സമയം ഒരൊറ്റ ദിവസം കൊണ്ട് ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്നു. ഇതിനുശേഷം കൃത്യമായ എല്ലാ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ സെൻസസ് നടന്നു പോരുന്നു. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം സെൻസസ് പ്രക്രിയ കൂടുതൽ വ്യവസ്ഥാപിതമായി. സെൻസസ് നിയമപരമായി നടത്തുന്നതിന് 1948 കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് 1951 അന്ന് രാജ്യത്തെ സാക്ഷരതാ നിരക്ക് വെറും 18%, ശരാശരി ആയുസ് 32 വയസ്സുമായിരുന്നു. ഇന്ത്യയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻസസ് 2027 ആദ്യഘട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. സാധാരണയായി 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. എന്നാൽ COVID-19 മഹാമാരിയെ തുടർന്ന് ഇത് താൽക്കാലികമായി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. രാജ്യത്തെ പൗരന്മാരുടെ എണ്ണം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ഭാഷ, മതം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പുതിയ ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സെൻസസ് വിവരങ്ങൾ സഹായിക്കുന്നു. അടുത്തതായി എഴുത്തുകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ സണ്ണി M കപ്പിക്കാടുമായി കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥി ആദിത്യൻ M സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. നമസ്കാരം. പലപ്പോഴും റിസർവേഷൻ ആണ് ജാതി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഘടകം. ജാതി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ജാതി ഇല്ലാതാവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള നരേറ്റീവുകളോട് എന്താണ് മറുപടി? ശരിക്കും ദളിതനായ ഒരാൾ ജാതി ഉപേക്ഷിച്ച് പുറത്തു വന്നതുകൊണ്ട് അവിടെ ജാതി ഇല്ലാതാവുമോ? ഇതിനകത്ത് വളരെ ഗുരുതരമായ ഒരു തെറ്റിദ്ധാരണ, സാമൂഹികമായ ഒരു തെറ്റിദ്ധാരണ ഈ വാദത്തിലുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിനെ ഒരു സിസ്റ്റമായി അത് മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ BR അംബേദ്കർ കാസ്റ്റിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ജാതി ഇല്ല, ജാതികളേ ഉള്ളൂ. സിംഗിൾ എക്സിസ്റ്റൻസ് ജാതിക്കില്ല. ഒരു ജാതിക്കും ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല. അത് ജാതികൾ ശൃംഖലയ്ക്കകത്താണ് അത് സ്ഥാനപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലാണ് ജാതി പ്രവർത്തിക്കുന്നത്, മറിച്ച് സത്തയ്ക്കകത്തല്ല. ഒരാളുടെ സത്തയിലല്ല ജാതി പ്രവർത്തിക്കുന്നത്, മറിച്ച് അപരനുമായിട്ടുള്ള ബന്ധത്തിലാണ് കാസ്റ്റ് പ്രവർത്തിക്കുന്നത്. ആ ബന്ധങ്ങളിൽ കാസ്റ്റ് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതൊരു സിസ്റ്റമാണ് എന്നതുകൊണ്ടും ആ സിസ്റ്റത്തിനൊരു മൂല്യ മണ്ഡലത്തിൻ്റെ ഒരു എത്തിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് കൊണ്ടും വ്യക്തികൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന കാര്യമല്ല ജാതി. ഒരു വ്യക്തിക്ക് സ്വയം വിചാരിച്ച് പുറത്തു വരാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ജാതി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയല്ല അയാളുടെ ജാതി തീരുമാനിക്കുന്നത്, മറിച്ച് അപരനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബന്ധം അഴിച്ചെടുക്കാതെ, മനുഷ്യർ തമ്മിലുള്ള ബന്ധം അഴിച്ചെടുക്കാതെ കാസ്റ്റിൽ നിന്ന് പുറത്തു കിടക്കാൻ രണ്ടുപേർക്കും കഴിയില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാസ്റ്റ് റിസർവേഷൻ പോളിസി, സർക്കാരിൻ്റെ റിസർവേഷൻ പോളിസിയാണ് കാസ്റ്റിനെ നിലനിർത്തുന്നത് എന്ന വാദം ചരിത്രപരമായി തന്നെ അബദ്ധം നിറഞ്ഞൊരു വാദമാണ്. റിസർവേഷൻ പോളിസി ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടിട്ട് നാട്ടുരാജ്യങ്ങളടക്കം രൂപപ്പെടുന്നത് 1800കളുടെ അവസാനം. പക്ഷെ കാസ്റ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനും എത്രയോ മുൻപ് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് കാസ്റ്റ്. അപ്പോൾ കാസ്റ്റും റിസർവേഷൻ തമ്മിൽ ബന്ധമൊന്നുമില്ല യഥാർത്ഥം. കാസ്റ്റും റിസർവേഷനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ജാതിയുടെ ഈ ബഹിഷ്കരണ യുക്തിയെ ഒരു നേഷൻ സ്റ്റേറ്റ് എങ്ങനെ തടഞ്ഞു നിർത്തും
നേഷൻ സ്റ്റേറ്റിൻ്റെ മുന്നിലുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ എല്ലാ പൗരന്മാരെയും തുല്യമായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില പൗരന്മാർ ബഹിഷ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ബഹിഷ്കരിക്കപ്പെടുന്ന പൗരന്മാരെ രാഷ്ട്രത്തിലേക്ക് തിരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. ആ ഉത്തരവാദിത്വമാണ് റിസർവേഷൻ പോളിസിയിലൂടെ സ്റ്റേറ്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ ഇതിന് കാസ്റ്റ്, അതിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ്, കാസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം, ഇതൊന്നും റിസർവേഷൻ കൊണ്ട് നിലനിൽക്കുന്ന കാര്യമല്ല. സാമ്പത്തിക സംവരണം കൊണ്ടുവരണം എന്നുള്ളൊരു വാദം, അത് ആക്ച്വലി ദളിതരോട് ചെയ്യുന്ന, അല്ലെങ്കിൽ സാമൂഹികമായി ചരിത്രപരമായി താഴെ തട്ടിലേക്ക് പിന്തള്ളപ്പെട്ട മനുഷ്യരോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചതിയല്ലേ? തീർച്ചയായിട്ടും. അത് ഈ സാമ്പത്തിക സംവരണവാദം സാമ്പത്തികമാണ് മാനദണ്ഡമാക്കേണ്ടത്, മറ്റൊന്നുമല്ല എന്ന വാദം യഥാർത്ഥത്തിൽ നമ്മളൊരു മുതലാളിത്തത്തിൻ്റെ ഒരു ലോജിക്കാണ് പറയുന്നത്. അതായത് സമ്പത്താണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡമായിരിക്കുന്നത്. അതുകൊണ്ട് റിസർവേഷൻ പോളിസിയുടെ കാര്യത്തിൽ സമ്പത്താണ് മാനദണ്ഡമാക്കേണ്ടത്. ഒരു മുതലാളിത്ത യുക്തിയാണ് അതിനകത്ത് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ശരിയെന്ന് ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും. ഇന്ത്യയിലെ കോടീശ്വരന്മാർ ന്യൂഡായിട്ടുള്ള സന്യാസിമാരുടെ മുന്നിൽ സാഷ്ടാംഗം സമർപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താ? പണമാണ് പ്രധാനമെങ്കിൽ. അപ്പോൾ പണം മാത്രമല്ല, വേറെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പ്രധാനമാണ്. അതെല്ലാം മറച്ചു വെച്ചിട്ട് കേവലമായൊരു സാമ്പത്തിക യുക്തി പറയുന്നതാണ് ഈ സാമ്പത്തിക സംവരണവാദത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. ഇനി പാവപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയല്ല സംവരണം എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക് പണമില്ലെങ്കിൽ പണം സ്റ്റേറ്റ് വേറെ നിലക്ക് കൊടുത്തോണം. അതിന് സംവരണമല്ല അതിന് വേണ്ടത്. സംവരണം എന്നത് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക്, അൺറെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ ഉറപ്പ് ചെയ്യുന്നൊരു നടപടിക്രമമാണ്. അതിനകത്ത് പണമല്ല പ്രധാനമായിരിക്കുന്നത്, സാമൂഹിക ബഹിഷ്കരണമാണ് അതിൻ്റെ മാനദണ്ഡമായിരിക്കേണ്ടത്. ആ അർത്ഥത്തിൽ സാമ്പത്തിക സംവരണവാദം എന്ന് പറയുന്നത് ഈ വിവേചനത്തെ മറച്ചു വെക്കുന്നതും ഈ വിവേചനം പ്രധാനമല്ലെന്ന് സ്ഥാപിക്കുന്നതുമായ ഒരു വീക്ഷണമാണ്. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഈ വീക്ഷണം പുലർത്തുന്നവരാണ്. ഭരണഘടനാ വിരുദ്ധമായൊരു വീക്ഷണത്തിലാണ് അവർ ഈ കാര്യത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് EWS പോലെയുള്ള കിരാതമായൊരു നിയമം ഇന്ത്യയിൽ അവർക്ക് പാസ്സാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഫെമിനിസം പറയുന്ന സമയത്ത് ഫെമിനിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സവർണ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ദളിത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും നോട്ടീസ് ചെയ്യാറ് ദളിത് പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ദളിത് സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദളിത് ക്യൂർ വ്യക്തികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ മടിക്കുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മുഖ്യധാരയിലേക്ക് എന്തുകൊണ്ട് ഇപ്പോഴും എത്തുന്നില്ല? അത് ഈ പറയുന്ന നമ്മുടെ ജ്ഞാനരൂപീകരണവും ആധുനിക ജ്ഞാന രൂപീകരണവുമായി അതിന് ബന്ധമുണ്ട്. ആധുനിക സമൂഹമാണ് ഒരു പുതിയ ജ്ഞാനവ്യവസ്ഥ നിർമ്മിച്ചെടുത്തത്. അത് നിർമ്മിച്ചെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ പുരുഷ ലോകത്തെ അവർ കാര്യമായി പ്രശ്നവൽക്കരിച്ചിട്ടില്ല. ആ പുരുഷന്മാർ മിക്കവാറും സവർണ പുരുഷന്മാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാസ്റ്റ് സംഗതിയെയും അവർ പ്രശ്നവൽക്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് യഥാർത്ഥത്തിൽ പുരുഷൻ എന്ന സർവനാമവും സ്ത്രീ എന്ന സർവനാമവും അർത്ഥരഹിതമായ വാക്കുകളാണ്. അങ്ങനൊരു പുരുഷനില്ല ഇന്ത്യക്കകത്ത്. ഇന്ത്യക്കകത്ത് പുരുഷന്മാരാണ് ഉള്ളത്, നിരവധി പുരുഷന്മാർ, പലതരത്തിൽ പല ഗണത്തിൽപ്പെട്ട പുരുഷന്മാർ. സ്ത്രീകളും അങ്ങനെയല്ല, പലതരത്തിൽ പല ഗണത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഉള്ളത്. ഇതിനെ മുഴുവനും ഏതെങ്കിലും ഒരു പ്രത്യേക സിംഗിൾ കാറ്റഗറിക്കകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. സ്ത്രീ പ്രസ്ഥാനം എന്ന് പറയുന്ന അങ്ങനെ പ്രസ്ഥാനമൊന്നുമില്ല. അത് ഉറപ്പായിട്ടും സവർണ സ്ത്രീ പ്രസ്ഥാനമായിരിക്കും. അതിൻ്റെ ഒരു ഗതികേടാണ് അത്. നമ്മൾ ഈ പൊതു എന്ന് പറയുന്നത് സവർണമായിരിക്കെ സ്ത്രീ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സവർണ സ്ത്രീയുടെ പ്രസ്ഥാനം. അത് ആദിവാസി സ്ത്രീകളുടെ പ്രസ്ഥാനമായിരിക്കില്ല, ദളിത് സ്ത്രീകളുടെ പ്രസ്ഥാനമായിരിക്കില്ല, മുക്കോ സ്ത്രീകളുടെ പ്രസ്ഥാനമായിരിക്കില്ല. മറിച്ച്
മധ്യവർഗ സവർണ സ്ത്രീ മേഖലയായിരിക്കും അതിൻ്റെ ഒരു പ്രശ്ന മേഖല. ഇന്ത്യക്കകത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നതിൻ്റെ പിന്നിൽ ഈ സ്ത്രീകൾ തന്നെ പല കാറ്റഗറിയാണെന്നും പുരുഷൻ തന്നെ പല കാറ്റഗറിയാണെന്ന് അംഗീകരിക്കുന്ന സാമൂഹ്യശാസ്ത്രം നമുക്കില്ല. നമ്മളിപ്പോഴും സ്ത്രീ പുരുഷൻ ക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ മൂന്നാം ലിംഗക്കാരെന്ന് പൊതുവിൽ പറയുന്ന ഈ ക്യൂർ പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന വിഭാഗങ്ങൾ, അവരെക്കുറിച്ച് വളരെ ദുർബലമായ ചർച്ചകളാണ് കേരളത്തിലുള്ളത്. ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന് ശരീര കേന്ദ്രീകൃതമായിട്ടുള്ള തിയറിയൊന്നും ഇന്ത്യക്ക് എത്രമേൽ ഫലപ്രദമാണെന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. അംബേദ്കറിന്റെ സംഭാവന എന്താണ്? അംബേദ്കറിന്റെ ആശയങ്ങളുടെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസക്തി എന്താണ്? പിന്നെ മൈത്രിയിൽ അധിഷ്ഠിതമായൊരു സമൂഹ സങ്കല്പവും എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്ന് വിളിക്കാവുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്റും എന്ന ഏറ്റവും നവീനമായ ഒരു ജനാധിപത്യ ആശയത്തിലേക്കാണ് അംബേദ്കർ നമ്മളെ കൊണ്ടുപോകുക. അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മനുസ്മൃതി കത്തിക്കുന്നു, അതോടൊപ്പം തന്നെ ഭരണഘടന എഴുതുന്നു. അദ്ദേഹം ഈ റിസർവ് ബാങ്ക് പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ആശയപ്രപഞ്ചം ഞങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഡോക്ടർ അംബേദ്കറിൽ നിന്നാണെന്ന് റിസർവ് ബാങ്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. റിസർവ് ബാങ്ക് പോലൊരു സങ്കല്പത്തെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാളാണ്. ഈ ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ബഹുഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാവധി അടക്കം ഇന്ത്യക്കകത്ത് നിയമവൽക്കരിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. തുല്യവേതനത്തിന് തുല്യ കൂലി എന്ന് പറയുന്ന നിയമവൽക്കരിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇങ്ങനെ ഇന്ത്യൻ തൊഴിലാളി വർഗം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ള ഒരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച സോഷ്യൽ ഡെമോക്രസി എന്ന സംഗതിയും പൊളിറ്റിക്കൽ ഡെമോക്രസിയിൽ വ്യത്യസ്ത വിഭാഗങ്ങളെ സവിശേഷമായി ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി കാര്യം അദ്ദേഹം പറഞ്ഞു. ആ നിലക്ക് ജനാധിപത്യത്തിന് പുതിയൊരു വീക്ഷണകോൺ സമ്മാനിച്ച ലോക രാഷ്ട്രീയ ചിന്തകരിൽ വളരെ പ്രാമാണികമായ സ്ഥാനമാണ് ഡോക്ടർ BR അംബേദ്കർക്കുള്ളത്. അതാണ് ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അംബേദ്കർ മരിച്ചതിന് ശേഷം ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് വളരെ വലിയ പഠനങ്ങളും മൂവ്മെൻറ്റുകളും ആരംഭിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള കോക്രോച്ച് ജനതാ പാർട്ടി ഡോക്ടർ BR അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുന്നു. അതിന് കാരണമുണ്ട്. അംബേദ്കറാണ് അക്കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോയ ചിന്തകനെന്ന് പറയാതെ. ഗാന്ധി അംബേദ്കർ നമ്മളെ തർക്കം എന്നൊക്കെ പറഞ്ഞ അതിനകത്തൊരു ചെറിയൊരു അധ്യായം മാത്രമാണ്. അംബേദ്കർ ഹീസ് എ കോൺട്രിബ്യൂട്ടറി ടു ദ ഫിലോസഫി ഓഫ് ഡെമോക്രസി എന്ന കാര്യം. ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള കോടീശ്വരന്മാരായ ക്രിമിനലുകൾ നിയമവ്യവസ്ഥയെപ്പോലും വിലക്കെടുത്ത് തങ്ങളുടെ ക്രൂരതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ ഒരു പേനയും ഡയറിയുമായി ഇറങ്ങിത്തിരിച്ച് ഒരു ധീരയായ മാധ്യമപ്രവർത്തകയുണ്ട്, ജൂലി ബ്രൗൺ. ഇത്തവണത്തെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം അമേരിക്കൻ മാധ്യമപ്രവർത്തക ജൂലി ബ്രൗണിനാണ്. ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗികാതിക്രമങ്ങളും മനുഷ്യക്കടത്തും പുറത്തു കൊണ്ടുവന്ന ധീരമായ പോരാട്ടത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ ആദരവ്. അമേരിക്കൻ മാധ്യമരംഗത്തെ ഏറ്റവും പ്രശസ്തിയായ അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളാണ് ജൂലി നൈറ്റ് ബ്രൗൺ. നിലവിൽ പ്രമുഖ US പത്രമായ മിയാമി ഹെറാൾഡിലെ റിപ്പോർട്ടറായ അവർ അധികാര കേന്ദ്രങ്ങളുടെ അഴിമതികളും സമൂഹത്തിലെ അനീതികളും പുറത്തു കൊണ്ടുവരുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയാണ് ശ്രദ്ധേയയായത്. ഫിലാഡൽഫിയയിലെ ടെമ്പിൾ സർവകലാശാലയിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ ബിരുദം നേടിയ ബ്രൗൺ ക്രിമിനൽ, നീതിന്യായം, മനുഷ്യക്കടത്ത്, ജയിൽ പരിഷ്കാരങ്ങൾ എന്നീ മേഖലകളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തെ ഞെട്ടിച്ച ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യക്കടത്തും പുറത്തു കൊണ്ടുവരുന്നതാണ് ജൂലിയുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം. 2018 മിയാമി ഹെറാൾഡിലൂടെ അവർ പുറത്തുവിട്ട പെർവേർഷൻ ഓഫ് ജസ്റ്റിസ് എന്ന അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് പരമ്പരയാണ് വലിയ സ്വാധീനം ചെലുത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത എപ്സ്റ്റീന് US ഭരണകൂടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ രഹസ്യമായി നിയമപരിരക്ഷ നൽകിയ വിവരങ്ങൾ
ഇവർ ധീരമായി തുറന്നുകാട്ടി. ജൂലിയുടെ ഈ റിപ്പോർട്ടുകളെ തുടർന്നാണ് എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലാകുന്നത്. ഈ അസാധാരണ റിപ്പോർട്ടിങ്ങിന് പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ പുലിറ്റ്സർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ജൂലിക്ക് ലഭിച്ചു. കൂടാതെ 2020 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ ടൈം മാഗസിൻ പട്ടികയിലും ഇവർ ഇടം പിടിച്ചു. ഫ്ലോറിഡയിലെ ജയിലുകളിൽ തടവുകാർ നേരിട്ടിരുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് അവർ നടത്തിയ അന്വേഷണങ്ങൾ വലിയ നിയമ പരിഷ്കാരങ്ങൾക്ക് പോലും വഴിതെളിച്ചിട്ടുണ്ട്. അടിച്ചമർത്തപ്പെട്ടവർക്കും ഇരകൾക്കും വേണ്ടി പേന പടവാളാക്കിയ ജൂലി നൈബ്രൗൺ ആധുനിക മാധ്യമ പ്രവർത്തനത്തിലെ ധീരതയുടെ പ്രതീകമാണ്. ഇത്തരത്തിലുള്ള അന്വേഷണാത്മക റിപ്പോർട്ടിംഗിലെ മികവിനും മാധ്യമരംഗത്തേക്കുള്ള സമഗ്ര സംഭാവനകൾക്കും അംഗീകാരമായാണ് കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ജൂലി ബ്രൗണിന് ലഭിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ പേരിലാണ് ഈ അന്താരാഷ്ട്ര പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം നേരിട്ട് ഏറ്റുവാങ്ങുന്നതിനായി ജൂലി ബ്രൗൺ കേരളത്തിലെത്തും. ലോകശ്രദ്ധ നേടിയ ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിലെത്തുന്നത് നമ്മുടെ സാംസ്കാരിക മാധ്യമ രംഗത്തിന് വലിയൊരു നാഴികക്കല്ലാകും. അരങ്ങേറ്റ സീസണിൽ തന്നെ ലോകകപ്പിൽ വരവറിയിച്ചിരിക്കുകയാണ് ക്യാപ് വെർദെ എന്ന ആഫ്രിക്കൻ ടീം. എന്താകും അവർക്ക് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാനുള്ള സന്ദേശം? പരിശോധിക്കാം. തീവ്രവാദവും ആഭ്യന്തര കലഹവും തകർത്ത അഫ്ഗാനിസ്ഥാൻ ജനതയെ ക്രിക്കറ്റ് എങ്ങനെ ഉയർത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. വർണ്ണവെറിയിൽ കുളിച്ച് നാണം കെട്ട് നിന്ന ദക്ഷിണാഫ്രിക്കയെ സംഭരണത്തിലൂടെ തിരികെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതും ഇതേ ക്രിക്കറ്റ് തന്നെ. 1936 സമ്മർ ഒളിമ്പിക്സിൽ ഹിറ്റ്ലർക്ക് മുമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കറുത്ത വർഗക്കാരനായ ജെസി ഓവനും ഈ ലോകം എല്ലാവരുടേതുമാണെന്ന സന്ദേശമാണ് തന്നത്. ലോകം വീണ്ടും ഒരു ലോകകപ്പിനെ കൂടെ ആഘോഷിക്കുമ്പോൾ കേവലം മൈതാനത്തിന് പുറമെ ലോക ഭൂപടത്തിൽ തന്നെ സ്വയം രേഖപ്പെടുത്തുകയാണ് ക്യാപ് വെർദെ എന്ന ആഫ്രിക്കൻ രാജ്യം. ഒരു പക്ഷേ നമ്മളിൽ ഭൂരിപക്ഷവും ഇങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വായിച്ചിട്ടോ കേട്ടിട്ടോ ഉണ്ടാകില്ല. ലോക ശ്രദ്ധ പിടിക്കാൻ മാത്രം എണ്ണപ്പാടങ്ങളോ മാരക ആയുധങ്ങളോ അവരുടെ പക്കലില്ല. എന്നാൽ ലോകം ശ്രദ്ധിക്കാത്ത ഒന്ന് അപ്പോഴും അവരുടെ പക്കലുണ്ടായിരുന്നു: കാൽപന്തിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം. നിലവിൽ ദേശീയ ടീമിൽ കളിക്കുന്ന പലരും മറ്റു തൊഴിലിന്റെ കൂടെയാണ് ഫുട്ബോൾ കൊണ്ടു നടക്കുന്നത് എന്നത് ശ്രദ്ധേയം. ഫുട്ബോളിൽ ഇന്ന് പൊട്ടിമുളച്ച ഒരു ടീമല്ല ക്യാപ് വെർദെ. 2022 ലോകകപ്പിൽ നൈജീരിയക്ക് പുറകിൽ രണ്ടാമതായതോടെ ചരിത്ര നേട്ടത്തിന് തൊട്ടുമുമ്പിൽ വീഴുന്നു അവർ. ഒരു കുഞ്ഞൻ ടീം ഇല്ലാതാകാൻ ഇത് തന്നെ ധാരാളം. പക്ഷെ ഒന്നുകൊണ്ടും നിർത്താൻ അവർ ഒരുക്കമല്ലായിരുന്നു. മുൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന പരിശീലകൻ ബുബിസ്റ്റ നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് ടീമിനെ മുമ്പോട്ട് നയിച്ചത്. സ്പെയിനിനും ഉറുഗ്വേക്കും ഒപ്പം വമ്പന്മാർ അണിനിരന്ന ഗ്രൂപ്പ് എച്ചിൽ തകർക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, 2 കളികൾ തീരുമ്പോൾ തോൽവി അറിഞ്ഞിട്ടില്ല എന്നതുകൂടെ ഫുട്ബോൾ പണ്ഡിതരുടെ പ്രവചനങ്ങൾ തെറ്റിക്കുന്നു. ഈ വിജയങ്ങൾ അവർക്ക് നേടിക്കൊടുത്തതിൽ ഗോൾ വല കാത്ത വൊസീനോയുടെ പങ്ക് വലുതാണ്. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനിനെതിരെ 7 സേവുകൾ ഉൾപ്പെടെ ക്ലീൻ ഷീറ്റുമായി തിരികെ കയറിയ ടീമിന്റെ ശ്രദ്ധാകേന്ദ്രം ഈ 40 വയസ്സുകാരൻ തന്നെയാണ്. വൊസീനോ എന്ന പോർച്ചുഗൽ വാക്കിനർത്ഥം കുഞ്ഞു ശബ്ദം എന്നാണ്. ആ കുഞ്ഞു ശബ്ദമാണ് ഇന്ന് ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നത്. സ്വാഭാവികമായി കണ്ടുവരുന്ന കുഞ്ഞൻ ടീമുകളുടെ പാർക്ക് ദ ബസ് എന്ന പ്രതിരോധത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന തന്ത്രമല്ല ബുബിസ്റ്റ പിന്തുടരുന്നത്. ശക്തമായ പ്രതിരോധത്തിന്റെ കൂടെ പന്ത് ലഭിച്ച ഉടൻ അത് മറുപകുതിയിൽ എത്തിക്കുക എന്ന ആക്രമണ തന്ത്രവും അദ്ദേഹം ഉണ്ടാക്കി. 4-1-4-1 എന്ന ഫോർമേഷനാണ് 2 കളികളിലും അവർ പിന്തുടരുന്നത്. മധ്യഭാഗത്തിന്റെ നിയന്ത്രണം കിട്ടാൻ ഇത് അവരെ സഹായിച്ചു. ഒടുവിൽ ഉറുഗ്വേയെ 2 ഗോൾ അടിച്ചു സമനിലയിൽ തളച്ചപ്പോൾ 2002 സെനഗലിന് ശേഷം അരങ്ങേറ്റ സീസണിൽ തന്നെ തോൽവിയറിയാതെ തുടർച്ചയായി 2 കളികൾ ജയിച്ച ടീമായി മാറി ക്യാപ് വെർദെ. ആദ്യ കളി വിജയത്തിന് സമാനമായ സമനില നേടിയ ടീം ആദ്യ ഗോൾ നേടാൻ 2ാം കളി വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ഉറുഗ്വേക്കെതിരായ കളിയിൽ 21ാം മിനിറ്റിലാണ് ആ ചരിത്ര മുഹൂർത്തം അരങ്ങേറുന്നത്. കെവിൻ പിന്നയുടെ ഫ്രീ കിക്ക് ഗോളിലൂടെ ആഫ്രിക്കൻ ടീം ലീഡ് നേടുന്നു. പിന്നീട് കണ്ടത് ഉറുഗ്വേയുടെ തിരിച്ചുവരവാണ്. ആദ്യ പകുതി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 7 മിനിറ്റിൽ 2 ഗോളുകൾ. ഉറുഗ്വേ മുമ്പിൽ. അധികം കളിപരിചയമില്ലാത്ത ഒരു ടീമിൽ നിന്ന് ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ കളി തീർന്നിട്ടില്ല എന്ന് പറയുകയാണ് അവർ. 61ാം മിനിറ്റിൽ സബ്ബായി ഇറങ്ങിയ വെറേലയിലൂടെ മറുപടി. ലോകകപ്പിലെ മികച്ച പ്രകടനം ക്യാപ് വെർദേക്ക് കേവലം പോയിന്റുകൾ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തെ തന്നെ ലോകത്തിന് മുമ്പിൽ സ്വയം അടയാളപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രത്തെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്താൻ അധിനിവേശങ്ങളുടെയോ പിടിച്ചെടുക്കലുകളുടെയോ ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുകയാണ് ക്യാപ് വെർദെ.
ഒരു ഗ്രൂപ്പിൽ നിന്ന് പരമാവധി 3 ടീമുകൾ വരെ അടുത്ത ഘട്ടത്തിലേക്ക് എത്താം എന്നിരിക്കെ സ്പെയിനിനും ഉറുഗ്വേക്കും ഒപ്പം ഇവരും യോഗ്യത നേടാനുള്ള സാധ്യതയും ചെറുതല്ല. സ്വന്തം അതിർത്തികൾ വ്യാപിപ്പിക്കാൻ മാരകായുധങ്ങൾ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാലത്ത് ഫുട്ബോളിലൂടെയും അത് സാധ്യമാണെന്ന് കാണിച്ചിരിക്കുകയാണ് ക്യാപ് വെർദെ എന്ന ഈ കുഞ്ഞൻ രാജ്യം. ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.